അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴുത്ത നേന്ത്രപ്പഴം കൊണ്ട് ഒരു അട ഉണ്ടാക്കാം, അതിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിത് നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി പഴുത്ത നേന്ത്രപ്പഴന്മാരും ഒഴിവാക്കണ്ട. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് ഈ കേട്ടോ. പഴം വേസ്റ്റ് ആവില്ല. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനാദ്യം തന്നെ നേന്ത്രപ്പഴം കട്ട് ചെയ്തെടുക്കുക. നല്ല പഴുത്ത പഴം ആണെങ്കിൽ ഇതിൽ നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. നല്ല മധുരം ഉണ്ടാവുമ്പോൾ നല്ല ടേസ്റ്റും കൂടിയാണ് ഈ കാരം. ഇനി നമുക്ക് ഇത് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പം ഞാനിതാ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതേ സമയം നമുക്ക് ഇതിലേക്ക് തേങ്ങ ആവശ്യമുണ്ട്. അപ്പോൾ ഒരു അരമുറി തേങ്ങ ചിരകാണ്. അത് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതാ ഈ പഴം വേവിച്ചെടുക്കണം. നല്ല വെന്തോട്ടോ. വെള്ളത്തിലിട്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മധുരങ്ങളൊക്കെ പോകും. ആവിയിലിട്ട് വേവിക്കുമ്പോൾ മധുരങ്ങളൊന്നും പോവില്ല കേട്ടോ. ഇനി നമുക്ക് തേങ്ങയ്ക്കത് ശർക്കര വേണം. ഞാനിതൊരു 3/4 ഭാഗം അച്ചുവല്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മധുരം നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്തെടുക്കാം. അതിന് അളവും കാര്യങ്ങളൊന്നുമില്ല. എത്രയാണോ നമുക്ക് മധുരത്തിന് ആവശ്യം അത്രയും നമുക്ക് മധുരം ചേർക്കാവുന്നതാണ്. പിന്നെ ഓൾറെഡി പഴത്തിൽ മധുരം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മധുരം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ പഴമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പുഴുങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതാ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല പഴുത്ത പഴമായതുകൊണ്ട് പെട്ടെന്ന് നമുക്കാവും ചെയ്യും കേട്ടോ. പഴുത്ത പഴം തന്നെ എടുക്കാൻ ശ്രമിക്കണേ. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്നാണ് കളഞ്ഞു കൊടുക്കുക. ചൂടാറിയ ശേഷം ചെയ്യണം കേട്ടോ. നല്ല ചൂടുണ്ട്. അതിനെ ചൂടൊക്കെ ചെയ്യണോണ്ട് ഭയങ്കര പ്രയാസമുണ്ട്. അപ്പോൾ ചൂടൊക്കെ ആറിയതിന് ശേഷം മാത്രം തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് ഉടച്ചെടുക്കണം. മിക്സിയിലിട്ട് അടിച്ചാൽ ഒരു ഇത് കിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ. നല്ല വെന്ത് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇതേപോലെ ഉടച്ച് കിട്ടുള്ളൂ. കഷ്ണങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഉടച്ച് കിട്ടണമെങ്കിൽ നല്ല വേവണേ. കഷ്ണമൊന്നും ഇല്ലാതെ ഉടക്കണം കേട്ടോ. ഒട്ടും കഷ്ണങ്ങൾ പാടില്ല. നമുക്കിത് പരത്തി എടുക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് കഷ്ണങ്ങൾ പാടില്ല എന്ന് പറയുന്നത്. ഇനി നമുക്കിത് ഇതിനൊരു ബലം കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതൊരു മാവ് രൂപത്തിൽ നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 3 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കൂടി ഉണ്ടാവും കേട്ടോ. നമുക്ക് ഇതിലേക്ക് ഏലക്കൻ്റെ പൊടി ഉള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. അത് തേങ്ങ പിന്നെ ശർക്കരയും കൂടി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിലും ഏലക്കൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ ഈ മാവിലും നമുക്ക് ഏലക്കൻ്റെ പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് നല്ല ഒന്നങ്ങോട്ട് കുഴച്ചെടുക്കണം. കയ്യിൽ ഒരു വെളിച്ചെണ്ണ എന്തെങ്കിലും തേച്ചിട്ട് നല്ല ഒന്നങ്ങോട്ട് കുഴച്ചെടുക്കുക കേട്ടോ. മാവ് നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴക്കുന്ന രൂപത്തിൽ നല്ല കുഴച്ചെടുക്കുക. മൈദൻ്റെ അളവും കാര്യങ്ങളൊന്നുമില്ല. കാരണം നമുക്ക് ഇതുപോലെ ആയി കിട്ടണമെങ്കിൽ എത്രത്തോളം നമുക്ക് മൈദ ചേർക്കാണ്ട് വരും അത്ര നമുക്ക് മൈദ ചേർക്കണം. അപ്പോൾ പ്രത്യേകിച്ച് അളവും കാര്യമൊന്നും പറയാൻ പറ്റൂല കേട്ടോ. ഇനി നല്ല ഒന്നങ്ങണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതേപോലെ മാവ് രൂപത്തിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമുക്കിത് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഇതൊരു ബോൾസ് രൂപത്തിൽ മാറ്റിയെടുക്കാം. ചെറിയ ചെറിയ ബോൾസുകളാക്കി എടുക്കുക. അതിനും അളവും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നമുക്ക് എത്രയാണോ ആവശ്യം അത്രയനുസരിച്ചിട്ട് നമുക്ക് വലിപ്പം കൂട്ടാവുന്നതാണ്, കുറക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതാ 7 ബോൾസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന പ്രസ് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക.
ഇതുപോലെ പരന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് പഴം നല്ല ഉടയണമെന്ന് പറയുന്നത് കേട്ടോ. മറ്റേ കഷ്ണങ്ങളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടൂല. ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള തേങ്ങയും ശർക്കര ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിൽ ഒന്നാണ്ട് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യാം. ഇനി നമുക്ക് ഇത് അട ഉണ്ടാക്കണ പോലെ 2 ഭാഗം ഒന്നങ്ങണ്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇത്ര ഉള്ളു. വളരെ സിമ്പിളാണ്. പെട്ടെന്ന് ആർക്കും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. പഴുപ്പ് കയറിയ പഴമൊക്കെ ആകുമ്പോൾ നമ്മൾ ഒഴിവാക്കലില്ല. അപ്പോൾ ഇതൊന്നും ഒഴിവാക്കാതെ നമുക്ക് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഐഡിയകൾ ഒപ്പിച്ചപ്പോൾ ഉണ്ടാക്കാം. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. എല്ലാം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ സമയം നമ്മൾ ആദ്യം നമ്മൾ പഴം പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്ന ചെമ്പട്ടില്ല, അപ്പോൾ അത് ചൂടൊക്കെ ആറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും കൂടി ഞാൻ ആ ചെമ്പട്ടീനെ ആ വെള്ളം എടുത്ത് ഒന്നും കൂടി കത്തിച്ച് തിളപ്പിക്കാൻ വെച്ചതാണ് കേട്ടോ. ഇനി ഇതിൽ വെച്ചിട്ടാണ് നമുക്ക് ഇനി ആവിയിൽ വേവിച്ചെടുക്കേണ്ടത്. ഇനി അത് തിളക്കുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ പാത്രം വെച്ചെടുത്തിട്ട് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കണം. എല്ലാം കൂടി വേവിച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നായിട്ട് വെന്ത് കിട്ടുമെന്നുള്ളത്, ഉള്ളി ഭാഗങ്ങളൊക്കെ വെന്ത് കിട്ടാൻ പ്രയാസമായിരിക്കും. അപ്പോൾ ഒരു 2 ഒരു 3 നമ്മൾ എത്രത്തോളം ഇതിന് പോകണം അത്രത്തോളം വെച്ചിട്ടാണ് നമുക്ക് ഇത് വേവിച്ചെടുക്കേണ്ടത്. ഇങ്ങനെ വന്നിട്ട് ഒരു 3 വേവിച്ചെടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലത്. പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അതേ സമയത്ത് നമ്മൾ എല്ലാം കൂടി വേവിച്ചിട്ടുമ്പോൾ ഉൾഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ അട്ടിക്കിരിക്കുമ്പോൾ ഉൾഭാഗങ്ങളൊക്കെ വേവാൻ പ്രയാസമായിരിക്കും. ഇത് പ്രത്യേകിച്ച് വേവാളതെല്ലാം വെന്ത സാധനങ്ങളായതുകൊണ്ട് പഴമൊക്കെ വെന്തതാണ്. പിന്നെ മൈദൻ്റെ ഒരു വേവുണ്ടാവും, അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതേപോലെ വെക്കുമ്പോൾ നമ്മൾ ഉള്ളിലൊക്കെ പിന്നെ വെന്ത് കിട്ടാൻ പ്രയാസമാണ് ഈ കാര്യം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വെച്ച് കൊടുക്കുക. ചിലപ്പോൾ വേവും പറയാൻ പറ്റില്ല, ചിലപ്പോൾ വെന്തിട്ടായി ഉണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ആദ്യം തന്നെ ഒരു 3 4 വെച്ചിട്ട് ചെയ്യുക. എൻ്റേത് ഞാനിതെങ്ങനെ വേവിച്ചിട്ടുള്ളത്, പക്ഷേ ഉൾഭാഗം ചിലതൊക്കെ ഒന്ന് വേവ് കുറവുണ്ടായിരുന്നു. അപ്പം ഞാനൊരു 2 വേവാത്ത ഭാഗങ്ങളൊക്കെ കൂടെ ഒന്നും കൂടി വെച്ചിട്ട് ഒന്നും കൂടി വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴം അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്